കഥയുടെ തുടക്കത്തിൽ ആരുമില്ലാത്തൊരു ഐലൻഡിലോട്ട് ഒരു ബോട്ടിൽ കയറി ഒരു മനുഷ്യനും പെൺകുട്ടിയും വരുന്നുണ്ട്. ആ വലിയ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ചെറിയ ബോട്ടിൽ കയറി ആ പെൺകുട്ടി മാത്രം തുഴഞ്ഞ് ആ ഒരു ഐലൻഡിൽ ചെല്ലുകയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ കൊണ്ടുവന്ന് ആ ഐലൻഡിലുള്ള ഒരു ഷെഡിൽ വെക്കുന്നുണ്ട്. ഈ ഐലൻഡിൽ ആരോ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ പെൺകുട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ആ പെൺകുട്ടി ആ സാധനങ്ങൾ വെക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഗിഫ്റ്റും വെക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഈ പെൺകുട്ടി അവിടെ നിന്ന് പോകും. ആ പെൺകുട്ടിയുടെ പേര് അന്ന എന്നാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള മൈക്കിൾ വരുന്നുണ്ട്. മൈക്കിൾ ഒറ്റയ്ക്കാണ് ഈ ഐലൻഡിൽ താമസിക്കുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷെ അങ്ങേര് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. കൂടെ തന്നെ ഒരു നായയുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഇയാൾക്ക് വേണ്ട കുടിവെള്ളം സാധനങ്ങളും ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അങ്കിളും കൂടെ ബോട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കും. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മൈക്കിൾ അവന്റെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. കൂടെ തന്നെ നായയുണ്ട്. പിന്നെ മൈക്കിൾ സമയം പോകാനായിട്ട് ചെസ് ഒറ്റയ്ക്ക് കളിക്കാറുണ്ട്. അങ്ങനെ ഒരാഴ്ച കടന്നു പോവാണ്. അങ്ങനെ വീണ്ടും ആ പെൺകുട്ടിയുടെ അങ്കിളും കൂടെ ബോട്ടിൽ സാധനങ്ങളൊക്കെ കയറ്റി മൈക്കിളിന് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്കിള് വലിയ ബോട്ട് ഒരു സ്ഥലത്ത് വരെ കൊണ്ട് നിർത്തിയിട്ട് അന്ന സാധനങ്ങൾ കൊടുക്കാനായിട്ട് അവളുടെ ചെറിയ ബോട്ടും എടുത്ത് തുഴഞ്ഞു പോവുകയാണ്. കട്ട് ചെയ്താൽ മൈക്കിളിനെയാണ് കാണിക്കുന്നത്. മൈക്കിൾ അവന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. അന്നേരമായിരിക്കും പുറത്താരോ വാതിലിലിട്ട് കുട്ടുന്ന ശബ്ദം കേൾക്കുക. അത് കേട്ടിട്ട് അവൻ ഞെട്ടി എണീക്കുകയാണ്. ആരാന്ന് ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അന്ന തന്നെയാണ്. അന്ന നേരത്തെ വെച്ച ഗിഫ്റ്റ് മൈക്കിൾ എടുത്തിട്ടില്ലായിരുന്നു. അത് കൊണ്ടു കൊടുക്കാനായിട്ട് വന്നെയാണ്. അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് മൈക്കിൾ വാങ്ങുന്നില്ല. പകരം ഇതൊന്നും വലിയ മൈൻഡാക്കി എടുക്കാതെ ആ ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. അന്നയ്ക്കിപ്പോ പോയേ പറ്റൂ, കാരണം അങ്കിള് ദൂരെന്ന് ബോട്ടിലെ ഹോൺ മുഴക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെല്ലണം. അവളും പെട്ടെന്ന് തന്നെ അവളുടെ വള്ളം എടുത്ത് അവിടെ നിന്ന് തുഴഞ്ഞ് അങ്കിളിന്റെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഈ പോണ നേരത്താവട്ടെ കാലാവസ്ഥ അത്ര അധികം നല്ലതല്ല, വളരെയധികം മോശമാണ്. കടലിൽ നല്ല രീതിയിൽ ഇളകുന്നുണ്ട്. അവളെ കൊണ്ട് തുഴഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം ഈ കടൽ അവളെ എടുത്ത് മറിച്ച് കളയാണ്. അവിടെ കടലിൽ മറിഞ്ഞു വീഴുന്നുണ്ട്. അതുപോലെ തന്നെ അങ്കിളിനും ബോട്ടിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് തിരമാലകൾ വന്ന് അങ്കിളിന്റെ ബോട്ടിനെയും എടുത്ത് മറിച്ച് കളയാണ്. രണ്ടുപേരും കടലിലോട്ട് മുങ്ങിപ്പോകുന്നുണ്ട്. ഈ ഒരു കാര്യം മൈക്കിൾ ദൂരെ നിന്ന് അവന്റെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മൈക്കിൾ അവിടെ നോടും. ഇവരെ രക്ഷിക്കാനായിട്ട് താഴെ ഷെഡിൽ വരും. അവിടെ തന്നെ മൈക്കിളിന് ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ കയറി അതിന്റെ മോട്ടർ ഓണാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൈക്കിൾ കടലിൽ വന്നിട്ട് ആ ബോട്ടിൽ നിന്ന് താഴോട്ട് ചാടും. കടലിലോട്ട് ചാടിയതിനു ശേഷം താഴെ നീന്തിപ്പോയി ആ പെൺകുട്ടീനെ രക്ഷിച്ച് മുകളിലോട്ട് കൊണ്ടുവരികയാണ്. എന്നാൽ അങ്കിളിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. അങ്കിൾ ആ ബോട്ടിൽ പെട്ട് മരണപ്പെട്ടു പോയി. എന്തായാലും ആ പെൺകുട്ടീനെ രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവൾക്ക് ബോധവും വന്നിട്ടുണ്ട്. അങ്കിൾ എന്തെന്ന് ചോദിക്കുമ്പോൾ അങ്കിളിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങേര് മരണപ്പെട്ടു പോയത് മൈക്കിൾ കണ്ടതാണ്. കാരണം ആ വലിയ ബോട്ടിന്റെ വാതിൽ തുറക്കാൻ പറ്റാതെ അതിൽ പെട്ടാണ് അങ്കിള് മരണപ്പെട്ടു പോയത്. അന്ന് രാത്രി അന്നേനെ മൈക്കിളിന്റെ വീട്ടിലാണ് എടുത്തോണ്ട് വന്ന് കിടത്തുന്നത്. മൈക്കിൾ സോഫയിലും കിടന്നുറങ്ങും. പിറ്റേ ദിവസം ആകുമ്പോൾ അന്ന എണീറ്റിട്ട് മൈക്കിളിനോട് ചോദിക്കും, പുറത്ത് ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞോ, പോലീസുകാരെ വല്ലതും വിളിച്ചു പറഞ്ഞോന്ന്. എന്നാൽ മൈക്കിൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. അതെന്താന്ന് അന്ന ചോദിക്കുമ്പോൾ മൈക്കിളിന് ഉത്തരവില്ല. മൈക്കിൾ ഇവിടെ ഒളിച്ചു താമസിക്കുകയാണ്. അതുപോലെ തന്നെ അന്നയ്ക്ക് മാതാപിതാക്കളൊന്നുമില്ല. ആകെ ഉള്ളത് അങ്കിള് മാത്രമായിരുന്നു. ആ അങ്കിൾ ഇന്നലത്തെ അപകടത്തിൽ മരണപ്പെട്ടു പോയി. ഇനി അന്നയ്ക്ക് വേറെ ആരുമില്ല. അത് മൈക്കിളിന് അറിയാം. കാരണം മൈക്കിളിന്റെ കൂടെ വർക്ക് ചെയ്തതായിരുന്നു ഈ അന്നയുടെ അങ്കിള്. ഇപ്പൊ മൈക്കിൾ ആണെങ്കിൽ ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടോ പോവുകയാണ്. ആ നേരം ഈ അന്നയാണെങ്കിൽ വീടെല്ലാം പരതി ഒരു കത്തി കണ്ടുപിടിക്കുന്നുണ്ട്. അന്നയ്ക്ക് മൈക്കിളിന് വലിയ വിശ്വാസമില്ല. ഈ ഒരു പ്രശ്നം നടന്നിട്ട് പോലീസിനെ പോലും വിവരം അറിയിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കത്തി എടുത്തുകൊണ്ട് വന്ന് അവളുടെ തലേണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. എന്നിട്ട് അവൾ ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ മൈക്കിൾ അങ്ങോട്ട് വരും. മൈക്കിളിന് ഇത് അറിയത്തില്ല. അന്ന് രാത്രി മൈക്കിളും അതുപോലെ തന്നെ അന്നയും ഉറങ്ങുകയാണ്. മൈക്കിൾ സോഫയിലും അന്ന ബെഡിലുമാണ്. അന്ന ബെഡിൽ കിടന്ന് നല്ല രീതിയിൽ മൂളുന്നുണ്ട്. കാരണം അവളുടെ കാലിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. അതിന്റെ വേദനയിലാണ് മൂളുന്നത്. അതും ഉറക്കത്തിലാണ് മൂളുന്നത്. മൈക്കിൾ എന്താണെന്ന് അറിയാനായിട്ട് അവളുടെ അടുത്ത് പോയിരിക്കും. അന്നേരം അവൾ പെട്ടെന്ന് തന്നെ കത്തിയെടുത്ത് മൈക്കിളിനെ കുത്താനായിട്ട് പോവാണ്. എന്നാൽ മൈക്കിൾ അവളെ സമാധാനപ്പെടുത്തും. പേടിക്കണ്ട, നീ ഒരുപാട് പേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി ആ കത്തി വാങ്ങിച്ച് അവളെ ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. ആ കത്തി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അന്നയ്ക്ക് മൈക്കിളിന് ചെറിയ വിശ്വാസമാവുന്നുണ്ട്. എന്തായാലും അന്നത്തെ ദിവസം കടന്നു പോവാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അന്നയ്ക്ക് കാല് വയ്യാത്തത് കൊണ്ട് തന്നെ മൈക്കിൾ ഒരുപാട് കാര്യങ്ങൾ സഹായമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവളെ ബാത്റൂമിൽ എടുത്തോണ്ട് പോവുക, അവളുടെ കാല് ശുശ്രൂഷിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ബോട്ട് അപകടത്തിൽ പറ്റിയതാണ് അവളുടെ കാലിലുള്ള മുറിവ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതനുസരിച്ച് അന്നയും അതുപോലെ തന്നെ ആ നായയായിട്ട് കൂട്ടാവുന്നുണ്ട്. ഒരു ദിവസം അന്നയും മൈക്കിളും കൂടെ വീട്ടിലിരിക്കുകയാണ്. മൈക്കിൾ ചെസ് കളിക്കുന്നുണ്ട്. അന്നേരം ഈ അന്ന ചെസ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് മൈക്കിളിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ മൂവ്മെന്റ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അന്നയ്ക്ക് നല്ല രീതിയിൽ ചെസ് കളിക്കാൻ അറിയാമെന്ന് മൈക്കിളിന് മനസ്സിലായി. അന്നയുടെ കാല് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് മൈക്കിള് അന്നയുടെ അടുത്ത് ചെന്ന് കാല് മാറ്റി നോക്കും. മാറ്റി നോക്കുമ്പോൾ അതൊട്ടും കുറവില്ല. അത് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതിൽ മരുന്ന് വെക്കണം, അല്ലെങ്കിൽ അത് കൂടി വരും. എന്നാൽ മരുന്ന് വാങ്ങണമെങ്കിൽ ജനവാസമുള്ള സ്ഥലത്ത് പോകണം. പക്ഷെ അത് മൈക്കിളിനെ കൊണ്ട് കഴിയത്തില്ല. തൽക്കാലത്തേക്ക് അന്നയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് മൈക്കിൾ ആണെങ്കിൽ മൈക്കിളിന്റെ ബോട്ട് എടുത്ത് മരുന്ന് വാങ്ങാനായിട്ട് ബോട്ട് എടുത്ത് അവിടെ നിന്ന് പോവാണ്. മൈക്കിൾ പോയതിനു ശേഷം അന്നയാണെങ്കിൽ ആ വീടെല്ലാം പരതി നോക്കും. ഓരോ കാര്യങ്ങൾ പരതി നോക്കും. അന്നേരം അവള് ഓരോ പടങ്ങൾ അവിടെ കാണുന്നുണ്ട്. മൈക്കിൾ വരച്ചു വെച്ച ഓരോ പടങ്ങൾ. അതിൽ അന്നയുടെയും ആ പട്ടിക്കുട്ടിയുടെയും പടമൊക്കെ മൈക്കിൾ വരച്ചു വെച്ചിട്ടുണ്ട്. അത്ര നല്ല രീതിയിലാണ് അവൻ വരച്ചേക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ അന്നയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്.
അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ കാണുകയാണ്. അന്ന കൊടുത്ത ഗിഫ്റ്റ് മൈക്കിൾ തുറന്നു നോക്കിയിട്ടുണ്ട്. അതുകൂടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. ഇതേ നേരം മൈക്കിൾ ആണെങ്കിൽ അവന്റെ ബോട്ട് എടുത്ത് ജനവാസമുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോവാണ്. കട്ട് ചെയ്താൽ കുറച്ച് ഗവൺമെന്റ് എംപ്ലോയീസിനെയാണ് കാണിക്കുന്നത്. പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ സെക്രട്ടറിയും പിന്നെ വേറെ കുറച്ച് ആൾക്കാരും. ഈ പ്രസിഡന്റ് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ പുതിയതായിട്ട് ഒരു സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു AI സിസ്റ്റം. അത് വെച്ച് കുറ്റവാളികളെല്ലാം ക്യാമറ വഴി തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ മൈക്കിളിനെ കാണിക്കുകയാണെങ്കിൽ അവൻ മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അവൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അവന്റെ മുഖം ക്യാമറയിൽ പതിയാതിരിക്കാനായിട്ട്. മൈക്കിൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ 2-3 പെമ്പിള്ളാര് അവിടെ നിന്ന് ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. അതിൽ ഈ മൈക്കിളിന്റെ മുഖം ചെറുതായിട്ടൊന്ന് പെടുന്നുണ്ട്. എന്നാൽ മൈക്കിൾ അറിയുന്നില്ല. ഇതേ നേരം നമ്മൾ ഒരാളെ കണ്ടില്ലായിരുന്നോ, പ്രസിഡന്റിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞത്. അങ്ങനെ സെക്രട്ടറി മാത്രമല്ല, അങ്ങനെ ഒരു അസാസിൻ ടീമിന്റെ തലവനും കൂടാണ്, ഒരു ഡയറക്ടറും കൂടാണ്. നമുക്ക് സെക്രട്ടറി എന്ന് തന്നെ പറയാം. എവരെന്ന് പറഞ്ഞാൽ കുറച്ചധികം അഴിമതികൾ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് തന്നെ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം. അങ്ങനെ പൊടിയിടണമെങ്കിൽ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഒരു AI സിസ്റ്റം അവർ നിർമ്മിച്ചെന്ന് പറഞ്ഞില്ലേ, അതിൽ നല്ല ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള പണിക്കാരെയാണ് ഇട്ടേക്കുന്നത്. അവർ അഴിമതിയൊന്നും ചെയ്തില്ല. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അവരെ എല്ലാരെയും മാറ്റണമെന്ന് അവർ പറയുന്നുണ്ട്. ഈ പ്രസിഡന്റ് ഈ ഒരു സെക്രട്ടറിയോട് പറയുന്നുണ്ട്. സെക്രട്ടറി മറ്റാരുമല്ല, ഈ അപ്പാപ്പനാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് മറ്റാരുമല്ല, ആ അമ്മാമ്മയാണ്. കട്ട് ചെയ്താൽ ആ AI സിസ്റ്റം നിരീക്ഷിക്കുന്ന ആൾക്കാരൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ തന്നെ ഒരു ബോസ് ഉണ്ട്. ആ ബോസിന്റെ പേര് റോബർട്ട് എന്നാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ മൈക്കിൾ നടന്നു പോയപ്പോ 2-3 പെമ്പിളാര് ലൈവ് സ്ട്രീം ചെയ്തില്ലായിരുന്നോ, അതിൽ മൈക്കിളിന്റെ മുഖം പെട്ടില്ലേ, അത് ഈ AI ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. മൈക്കിൾ വലിയൊരു കൊടൂര ക്രിമിനലാന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്കിളിന് ഉടനടി കൊല്ലാനായിട്ടുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ റോബോട്ടെയാണ് അവരോട് എല്ലാരോടും കൂടെ പറയുന്നത് മൈക്കിളിനെ പോയി തീർത്ത് കളയാൻ. അവൻ വലിയൊരു ക്രിമിനലാണ്, എന്ത് തെറ്റാ ചെയ്തെന്ന് അറിയാൻ പാടില്ല, പക്ഷെ ക്രിമിനൽ ആണെന്ന് പറയുന്നുണ്ട്. വീണ്ടും മൈക്കിളിനെ കാണിക്കുകയാണെങ്കിൽ മൈക്കിൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. അന്നയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അന്നയ്ക്ക് കുറച്ചധികം ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇരുന്ന് കഴിയുന്നുണ്ട്. അന്നേരം മൈക്കിൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. പതിയെ പുറത്തോട്ട് നോക്കുമ്പോൾ കുറച്ചധികം ആൾക്കാർ ബോട്ടിൽ ആ ഐലൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മൈക്കിളിന് മനസ്സിലായി മൈക്കിളിനെ തേടിയിട്ടാണ് ആ ആൾക്കാർ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന്. മൈക്കിളിനെ തീർക്കാനായിട്ട്. മൈക്കിൾ വലിയ തീവ്രവാദിയാണല്ലോ, അതുകൊണ്ട് തന്നെ മൈക്കിളിനെ തീർക്കാനായിട്ട് വന്ന് ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവര്. എന്തായാലും ആ ഒരു പോലീസുകാരെല്ലാരും ഐലൻഡിലോട്ട് വരുന്നുണ്ട്. ആ ഐലൻഡിലോട്ട് വന്നിട്ട് ഇവര് മൈക്കിളിനെ ആക്രമിക്കാനായിട്ട് കയറി വരികയാണ്. പക്ഷെ മൈക്കിൾ ആരാ മുതല് മൈക്കിൾ ഓരോ ട്രാപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നി പെട്ടിട്ട് ഓരോ പട്ടാളക്കാർ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്കിൾ ആണെങ്കിൽ അന്നയോട് വീടിന് പുറത്തിറങ്ങാൻ പാടില്ല, ബാത്റൂമിൽ പോയി ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവാണ് വേറെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മൈക്കിൾ പുറത്തിറങ്ങിയിട്ട് മൈക്കിളിന് പറ്റുന്ന ആൾക്കാരെയൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ സാധാരണ ഒരു മനുഷ്യനല്ല, അസാസീനാണ്. അത്രയധികം കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പട്ടാളക്കാരെയായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അന്നയുള്ള ബാത്റൂമിലോട്ട് ഒരാള് തകർത്ത് കയറി വരുന്നുണ്ട്. അതൊരു പട്ടാളക്കാരനാണ്. അന്നയുടെ ഒരു കത്തി ഉണ്ടായിരുന്നു, അത് വെച്ച് ആക്രമിക്കാനായിട്ട് നോക്കുമ്പോൾ ആ പട്ടാളക്കാരൻ ആ കത്തിയൊക്കെ തട്ടിയിട്ടിട്ട് അന്നേനെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ അന്നേനെയും തൂക്കിയെടുത്തോണ്ട് പോകുമ്പോഴായിരിക്കും മൈക്കിൾ അന്നയുടെ നിലവിളി കേൾക്കുക. മൈക്കിളിന്റെ ഒരു തോക്ക് കിട്ടിയിട്ടുണ്ട്, പട്ടാളക്കാരുടെ തോക്ക്. ആ തോക്കെടുത്ത് അന്നേനെ പൊക്കിയെടുത്തോണ്ട് പോകുന്ന മിലിറ്ററിക്കാരനെ ഷൂട്ട് ചെയ്ത് താഴെ ഇടുകയാണ്. അന്നേനെ രക്ഷപ്പെടുത്തി. ഇപ്പൊ മൈക്കിൾ അന്നയുടെ അടുത്ത് വന്ന് അന്നേനെ സമാധാനപ്പെടുത്തുകയാണ്. നീ ഒന്ന് പേടിക്കണ്ട, വഴി ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാന്ന് പറഞ്ഞ് അന്നയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് മൈക്കിള് തന്റെ വീട്ടിലോട്ട് തിരിച്ചു ഓടുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ മൈക്കിളിന്റെ നായ ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. അത് ചത്തുപോയി. നേരത്തെ ആ പട്ടാളക്കാരൻ വീടിനുള്ളിലോട്ട് കയറി വന്നപ്പോൾ പട്ടാളക്കാരൻ ഷൂട്ട് ചെയ്ത് കൊന്നതാണ്. എന്തായാലും ആ വിഷമം പുറത്ത് കാണിക്കാതെ മൈക്കിളിന്റെ ഫോൺ എടുത്ത് കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. ഇത് കണക്ക് മൈക്കിളിന്റെ ലൊക്കേഷൻ കുറച്ചധികം ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മൈക്കിൾ ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അന്നയുടെ അടുത്ത് തിരിച്ചു വരുവാണ്. അന്നേനെയും പൊക്കിയെടുത്ത് ബോട്ടിൽ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകും. ഇതേ നേരം ഒരു കില്ലർ ആണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങേരുടെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്, ഇതാണെങ്കിൽ നമ്മുടെ മൈക്കിളിനെ തീർക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ കില്ലർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. വീണ്ടും മൈക്കിളിനെ അന്നയും കാണിക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ ബോട്ട് എടുത്ത് ജനവാസമുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വീടിന്റെ ഭാഗത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അന്നയുടെ തോക്ക് കൊടുക്കുകയാണ് മൈക്കിള്. എന്നിട്ട് അന്നയോട് പറയും, ഞാൻ ഇപ്പം വരാം, നമുക്കൊരു കാറിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയേ പറ്റത്തുള്ളൂ, നീ ഇവിടെ നിന്നോന്ന് പറഞ്ഞ് തോക്കും കൊടുത്തിട്ട് മൈക്കിള് വീടിനുള്ളിലോട്ട് കയറിപ്പോയി ചാവി തപ്പും. എന്നാൽ എത്ര തപ്പിയിട്ടും കിട്ടുന്നില്ല. ഇതെവിടെ പോയെന്ന് അറിയാതെ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവിടെ ഒരു കുഞ്ഞു പയ്യൻ നിൽക്കുന്നതായിട്ട് മൈക്കിൾ കാണുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല എന്ന് നിൽക്കുമ്പോൾ മൈക്കിളിന്റെ പുറകിലായിട്ട് തോക്കും പിടിച്ച് ഒരാൾ നിൽപ്പുണ്ട് മൈക്കിളിനെ ഷൂട്ട് ചെയ്യാനായിട്ട്. എന്നാൽ അയാളുടെ പിന്നിലായിട്ട് തോക്കും പിടിച്ച് നമ്മുടെ അന്ന നിൽപ്പുണ്ട്. മൈക്കിളിനെ ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ രണ്ടൊരു അപകടത്തിലാണ്, അതുകൊണ്ട് തന്നെ മൈക്കിളിനെ ഒന്ന് സഹായിക്കാമോ, അതുമല്ല മൈക്കിളിന്റെ ദേഹത്തെല്ലാം മുറിവ് പറ്റിയിട്ടുണ്ട്, അതൊന്ന് വെച്ച് കെട്ടിക്കൊടുക്കാമോ എന്ന് ചോദിക്കും. കഴിഞ്ഞ രാത്രിയിലെ ഫൈറ്റിൽ സംഭവിച്ചതാണ് മൈക്കിളിന്റെ ദേഹത്തുള്ള മുറിവുകളെല്ലാം. കട്ട് ചെയ്താൽ AI ഡിറ്റക്ഷൻ ടീമിലെ ആ ബോസിനെയാണ് കാണിക്കുന്നത്. റോബർട്ട് ഇല്ലേ, അവളെയാണ് കാണിക്കുന്നത്. അവൾ അവളുടെ എംപ്ലോയിനെ വെച്ച് കുറച്ചധികം ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മൈക്കിളിന്റെ ഡീറ്റെയിൽസ് ആണ്. എന്നാൽ അതെല്ലാം ഫേക്ക് ചെയ്തിട്ടുണ്ട്. അത് അവൾക്ക് മനസ്സിലായി. കാരണം മൈക്കിൾ ഒരിക്കലും ഒരു തീവ്രവാദിയല്ല, പകരം ഒരു പട്ടാളക്കാരനായിരുന്നു. ഇവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്തൊരു പട്ടാളക്കാരൻ. പക്ഷെ മനഃപൂർവ്വം ആരോ മൈക്കിളിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്
ചെയ്യുന്നതാണ്. മൈക്കിൾ ഒരു തീവ്രവാദിയാണെന്ന് വരുത്തി തീർത്തിട്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്യുന്നത് ഒന്നും അറിയാൻ പാടില്ല റോബർട്ടയ്ക്ക്. പക്ഷെ റോബർട്ടയ്ക്ക് എന്തോ ഒരു സംശയം പിടിപെട്ടിട്ടുണ്ട്. കട്ട് ചെയ്താൽ ആ ഒരു സെക്രട്ടറിനെയാണ് കാണിക്കുന്നത്, പ്രസിഡന്റിന്റെ സെക്രട്ടറിനെ. അങ്ങേരാണ് ഈ കാര്യങ്ങളെല്ലാം ഹാക്ക് ചെയ്ത് മാറ്റിയത്. അതുപോലെ തന്നെ നേരത്തെ ഒരു കില്ലറിനെ അറേഞ്ച് ചെയ്തില്ലേ, അതും ഇങ്ങേര് തന്നെയാണ്. നമ്മളെ മൈക്കിളിനെ കൊല്ലാനായിട്ട് അറേഞ്ച് ചെയ്യുന്നതെല്ലാം ഈ സെക്രട്ടറി തന്നെയാണ്. വീണ്ടും മൈക്കിളിനെ അന്യനെയും കാണിക്കുകയാണെങ്കിൽ മൈക്കിളിന്റെ ദേഹത്തുള്ള മുറിവെല്ലാം ആ വീട്ടിലുള്ള മനുഷ്യൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മൈക്കിൾ അന്യൻ നന്ദി പറയാണ്. അതുപോലെ ആ വീട്ടിലെ പയ്യൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിലെ അച്ഛനാണെങ്കിൽ പയ്യനെ വീട്ടിലോട്ട് വിളിക്കും. അങ്ങനെ പയ്യൻ അങ്ങോട്ട് വിറച്ചു വരികയാണ്. പയ്യൻ എന്തൊരു കള്ളത്തരം ഉണ്ടെന്ന് മൈക്കിളിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മൈക്കിൾ ചെറുക്കനോട് ചോദിക്കും, നീ എന്തെങ്കിലും കള്ളത്തരം ഒപ്പിച്ചിട്ടുണ്ടോന്ന്. അവൻ പേടിച്ച് പറയും അവൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന്. മൈക്കിൾ ആകെ ടെൻഷനായി വീടിന് പുറത്തോട്ട് നോക്കുമ്പോഴാവട്ടെ അങ്ങോട്ട് കുറേയധികം പോലീസുകാർ വന്നിട്ടുണ്ട്. അത് മൈക്കിളിനെ പിടിക്കാനായിട്ട്. മൈക്കിൾ എത്രയും പെട്ടെന്ന് തന്നെ അന്നയോട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയുമ്പോൾ ഈ ഒരു ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും കൂടെ പോലീസ് വന്നെന്ന് വിചാരിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോവും. എന്നാൽ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. തലയിൽ ഒരു ബുള്ളറ്റ് വന്ന് കയറുകയാണ്. അങ്ങേഴ് മരണപ്പെട്ട് താഴെ വീഴും. ചെറുക്കനെ പെട്ടെന്ന് തന്നെ മൈക്കിൾ പിടിച്ച് മാറ്റി വെക്കുകയാണ്. ആ അച്ഛന്റെ തലയിൽ ഷൂട്ട് ചെയ്തത് മറ്റാരുമല്ല, നേരത്തെ ആ സെക്രട്ടറി അറേഞ്ച് ചെയ്ത ആ കില്ലർ തന്നെയാണ്. എന്നാൽ പോലീസുകാർ ആരെയും ഷൂട്ട് ചെയ്തിട്ടില്ല. റോബർട്ട ഇതെല്ലാം ലൈവായിട്ട് കാണുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവത്തില്ല ആരാണ് ഇത് ഷൂട്ട് ചെയ്തതെന്ന്. അവരാരെയും ഷൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തൊക്കെ കള്ളത്തരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ മൈക്കിളും അന്നയും കൂടെ വീടിനുള്ളിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോലീസുകാർ കയറി വരുന്നുണ്ട്. എന്നാൽ മൈക്കിൾ വിടത്തില്ല. കയ്യിൽ കിട്ടുന്ന ആൾക്കാരെ എല്ലാവരെയും അടിച്ച് താഴെ ഇടും. അതുപോലെ ചിലരെ ഷോക്ക് അടിപ്പിക്കും, ചിലരുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കും. ഓരോ പോലീസുകാരെയായിട്ട് അടിച്ചിട്ടതിന് ശേഷം അവിടെ കിടക്കുന്ന പോലീസുകാരുടെ ഒരു കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. കൂടെ തന്നെ അന്നയുണ്ട് കേട്ടോ. എന്നാൽ ഈ കാർ എടുത്തു പോയത് കൊണ്ട് തന്നെ മറ്റേ കില്ലറിന് നമ്മുടെ മൈക്കിളിനെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കില്ലറും കാർ എടുത്ത് അവിടെ നിന്ന് മാറിപ്പോവാണ്. ഈ കില്ലർ കാറും എടുത്ത് നേരെ ചെല്ലുന്നത് മൈക്കിൾ കാർ ഓടിച്ചു പോകുന്ന സ്ഥലത്തോട്ടാണ്. മൈക്കിളിനെ കില്ലർ കണ്ടിട്ടുണ്ട്. മൈക്കിളിന്റെ പിന്നാലെ കാർ ഇട്ടിടിക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ മൈക്കിൾ അന്നയോട് കാറിൽ കുനിഞ്ഞു കിടക്കാനായിട്ട് പറയുകയാണ്. ആ സീറ്റിൽ അങ്ങ് കിടക്കാനായിട്ട് പറയാണ്. അതേ നേരം തന്നെ ഈ കില്ലർ തോക്കെടുത്ത് മൈക്കിളിന്റെ കാറിലോട്ട് ഷൂട്ട് ചെയ്യും. എന്നാൽ മൈക്കിളിനും അന്നയ്ക്കും കുഴപ്പമൊന്നുമില്ല. ഈ കില്ലറിന്റെ ശല്യം കൂടി വന്നതും മൈക്കിൾ കാർ ചവിട്ടി നിർത്തുകയാണ്. വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുകയാണ്. എന്നിട്ട് കില്ലറിന്റെ വണ്ടിയുടെ ബാക്കിൽ പോയിട്ട് മൈക്കിളിന്റെ കാർ വെച്ച് കില്ലറിന്റെ കാറിനെ ഇടിച്ച് മറിക്കുകയാണ്. ഇടിച്ച് മറിച്ചതിന് ശേഷം കാർ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കില്ലർ ആണെങ്കിൽ അവിടെ അങ്ങനെ എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു റോഡിൽ വരുന്നുണ്ട്. ആ റോഡിലൂടെ ഒരു ലേഡി കാർ ഓടിച്ചു വരികയാണ്. ആ കാറിന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കും. ആ ലേഡി അവനെ കണ്ട് പേടിച്ച് കാർ നിർത്തുകയാണ്. അവന്റെ കയ്യിൽ തോക്കുണ്ട്. അന്നേരം ഒരു പോലീസുകാർ അങ്ങോട്ട് വേഗതയിൽ വരികയാണ്. അവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവൻ തോക്കെടുത്ത് പോലീസുകാരെല്ലാരെയും ഷൂട്ട് ചെയ്യും. എന്നിട്ട് ആ ലേഡീനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ കാറിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആ ലേഡീനെയും കൊല്ലുമായിരിക്കാം, അറിയില്ല. കട്ട് ചെയ്താൽ റോബർട്ടിനെ ആ ഒരു ടീമിന്റെ ബോസിനെ കാണിക്കുകയാണെങ്കിൽ അവൾ സംശയപ്പെട്ടിട്ട് നമ്മുടെ സെക്രട്ടറിനെ വിളിക്കുന്നുണ്ട്. ആ സെക്രട്ടറിനെ വിളിച്ചിട്ട് മൈക്കിളിനെ പറ്റി അന്വേഷിക്കും. എന്തുകൊണ്ടാണ് മൈക്കിളിന്റെ പിന്നാലെ ഇത്രയധികം ആൾക്കാർ നിൽക്കുന്നത്, മൈക്കിൾ എങ്ങനെയാണ് തീവ്രവാദിയായെന്ന്. അങ്ങനെ ആ സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. മൈക്കിൾ പണ്ട് മിലിറ്ററിയിൽ വർക്ക് ചെയ്തതായിരുന്നു. ഒരു അസാസീനായിരുന്നു. സീക്രട്ട് ആയിട്ട് അസാസീൻ പണി ചെയ്യും. അങ്ങനെ ഒരു ഓപ്പറേഷന് പോയി ഒരാളെ കൊല്ലാനായിട്ട് പറഞ്ഞു. എന്നാൽ മൈക്കിൾ കൊന്നില്ല. പകരം ഫേക്ക് റിപ്പോർട്ട് എഴുതി അയാളെ കൊന്നതായിട്ട് വരുത്തി തീർത്തു. അയാളെ രക്ഷപ്പെടുത്തി വിട്ടു. അതുകൊണ്ടാണ് ഇപ്പം മൈക്കിളിനെ കൊല്ലാനായിട്ട് അവർ നടക്കുന്നത്. അതുമല്ല, മൈക്കിൾ കുറേയധികം വർഷം ഒളിവിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലാനായിട്ട് സാധിച്ചില്ല. ഈ ഒരു കാര്യം റോബർട്ടിനോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അന്നേരമായിരിക്കും റോബർട്ടിന്റെ എംപ്ലോയി റോബർട്ടിന്റെ ഫോണിലോട്ട് വിളിക്കുന്നത്. മൈക്കിളിനെ പറ്റിയുള്ള കുറച്ചധികം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതറിയണമെങ്കിൽ പെട്ടെന്ന് വാന്ന്. അവിടെ ചെന്നിട്ട് എംപ്ലോയിയോട് കാര്യം തിരക്കും. അങ്ങനെ എംപ്ലോയി പറഞ്ഞു കൊടുക്കും മൈക്കിൾ ഒരിക്കലും ഒരു തീവ്രവാദിയൊന്നും അല്ലായിരുന്നു. പകരം മൈക്കിൾ ഒരു മിഷന് പോയി. ഈ മിഷന്റെ ഉദ്ദേശം മറ്റൊന്നും അല്ലായിരുന്നു, ഒരു രാജ്യത്ത് പോയിട്ട് അവരുടെ ന്യൂക്ലിയർ വെപ്പണെ പറ്റി അറിഞ്ഞിട്ട് തിരിച്ചു വരിക. അതായിരുന്നു മിഷൻ. അതേപോലെ തന്നെ മൈക്കിൾ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ആ സെക്രട്ടറി പറഞ്ഞത് മറ്റൊന്നുമല്ല, അവിടെ നിൽക്കുന്ന സയന്റിസ്റ്റുമാരെ എല്ലാരെയും കൊല്ലാനാണ്. എന്നാൽ മൈക്കിൾ അത് ചെയ്തില്ല. മൈക്കിൾ കൊല്ലാത്തത് കൊണ്ട് തന്നെ മൈക്കിളിനെ ഒരു തീവ്രവാദിയായിട്ട് അങ്ങ് മുദ്ര കുത്തി. അതാണ് നടന്നത്. ഇപ്പൊ റോബർട്ടയ്ക്ക് സത്യം മനസ്സിലായി. അതുപോലെ തന്നെ വേറെ കുറച്ചധികം ഡീറ്റെയിൽസ് ഈ റോബർട്ടയ്ക്ക് ഒരു പെൻഡ്രൈവ് ആക്കി എംപ്ലോയി കൊടുക്കുന്നുണ്ട്. ഇവരൊരു AI സിസ്റ്റം ഉപയോഗിക്കുന്നില്ലേ, ആ AI സിസ്റ്റത്തിനകത്തോട്ട് ആരോ നുഴഞ്ഞു കയറുന്നുണ്ട്. അത് ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചധികം സമയം വേണം. ഇപ്പൊ USB-യിൽ കുറച്ചധികം ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. മൈക്കിളിനെ പറ്റിയുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് റോബർട്ടയ്ക്ക് ഈ എംപ്ലോയി കൊടുക്കുന്നുണ്ട്. ഈ കിട്ടിയ പെൻഡ്രൈവുമായിട്ട് റോബർട്ട് അവളുടെ ഓഫീസിൽ പോയി ലാപ്പിൽ കുത്തി നോക്കുകയാണ്. അങ്ങനെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. റോബർട്ട് ഈ കാര്യങ്ങൾ നോക്കുന്നതെല്ലാം ആ റൂമിലുള്ള ഒരു CCTV വഴി സെക്രട്ടറി കാണുന്നുണ്ട്. സെക്രട്ടറിക്ക് മനസ്സിലായി റോബർട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന്. ഇനിയിപ്പോ റോബർട്ടിനെ കൊല്ലുമെന്നും അറിയാൻ പാടില്ല. അതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇതേ നേരം മൈക്കിളും അന്നയും കൂടെ അവരുടെ പൊളിഞ്ഞ കാർ എടുത്തൊരു സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ കാർ നിർത്തിയിട്ട് വേറൊരു പുതിയ കാർ എടുത്ത് യാത്ര തിരികെയാണ്. അങ്ങനെ ഒരു കാർ എടുത്ത് കുറച്ച് ജനവാസമുള്ള സ്ഥലത്ത് വരികയാണ്. മൈക്കിൾ പ്രത്യേകം അന്നയോട് പറയുന്നുണ്ട് തല താഴ്ത്തി വേണം നടക്കാൻ. അങ്ങനെ നടന്നില്ലെങ്കിൽ ഇവിടുത്തെ ക്യാമറയിലെല്ലാം നമ്മുടെ മുഖം പിടിപെടും. അങ്ങനെയാണെങ്കിൽ അവർ തേടി വരും, നമ്മൾ രണ്ടുപേരും കൊന്നു കളയുമെന്ന് പറയാണ്. ഇത് പറഞ്ഞിട്ട് അന്നയും മൈക്കിളും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നടന്നു പോകും. ഇവരുടെ മുഖം കാണാതെ തല കുനിച്ചിട്ടാണ് നടന്നു പോകുന്നത്. എന്നാൽ അവിടുത്തെ ഒരു കാറിന്റെ ഡാഷ് ക്യാമിൽ ഇവരുടെ ഫൂട്ടേജ് എല്ലാം റെക്കോർഡ് ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ AI ഡിറ്റക്ട് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം പോകുന്നുണ്ട്. എന്നാൽ ആ സെക്രട്ടറി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അയാൾ ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് മൈക്കിൾ
മൈക്കിളും അന്നെ അതുവഴി വന്നില്ല എന്ന് വരുത്തി തീർക്കുകയാണ്. ഹാക്ക് ചെയ്ത് കയറിയിട്ട് അവരുടെ രണ്ടുപേരെയും വിഷ്വൽസ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതുകൊണ്ട് തന്നെ റോബർട്ടയ്ക്കും ടീംസിനും അത് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇയാളുടെ പ്ലാൻ മറ്റൊന്നുമല്ല, ആരും അറിയാതെ തന്നെ മൈക്കിളിനെ ആ പെൺകുട്ടിനെയും കൊന്നു കളയുക. റോബർട്ട് പോലും അറിയാൻ പാടില്ല. ഇങ്ങനെ അറിയുകയാണെങ്കിൽ അത് ഇലക്ഷനെ ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ലൊക്കേഷൻ കില്ലറിന് സെക്രട്ടറി കൈമാറുന്നുണ്ട്. വീണ്ടും നമ്മളുടെ മൈക്കിളിനെ അന്യനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു പള്ളിയിലോട്ടാണ് വന്നിരിക്കുന്നത്. ആ പള്ളിയിൽ തന്നെ മൈക്കിളിനെ കാത്ത് അവന്റെ ഒരു കൂട്ടുകാരനുണ്ട്. നേരത്തെ വിളിച്ചു പറഞ്ഞില്ലേ മൈക്കിൾ അപകടത്തിലാണെന്ന്. അതറിഞ്ഞിട്ട് മൈക്കിളിനെ രക്ഷിക്കാനായിട്ട് വന്ന കൂട്ടുകാരനാണ്. പിന്നീട് അവര് മൂന്നുപേരും കൂടെ കാർ എടുത്ത് കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോകും. ആ വീട്ടിൽ വന്നിട്ട് അന്യനെ അടുക്കളയിലോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം മൈക്കിളും കൂട്ടുകാരനും കൂടെ സംസാരിക്കും. അന്നെ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പൊ അന്യാണെങ്കിൽ അടുക്കളയിൽ വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ച് മരുന്നിന്റെ കവർ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ മരുന്ന് അവൾ എടുത്തു നോക്കുന്നുണ്ട്. എന്തിനുള്ള മരുന്നാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ മൈക്കിളും കൂട്ടുകാരനും കൂടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ മൈക്കിളിനെ മനഃപൂർവ്വം തന്നെ ആരോ കുടുങ്ങിയതാണ്. മൈക്കിളിന്റെ ഡീറ്റെയിൽസിന്റെ ഭാഗത്ത് മൈക്കിളിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ വേറൊരു ടെററിസ്റ്റിന്റെ ഡീറ്റെയിൽസും ആയിട്ട് ഒന്നിപ്പിച്ചു. അപ്പൊ മൈക്കിൾ ഒരു ടെററിസ്റ്റ് ആയി മാറി. അങ്ങനെ അത് തെറ്റിദ്ധരിച്ചിട്ടാണ് റോബർട്ടും ടീംസും മൈക്കിളിനെ കൊല്ലാനായിട്ട് വന്നത്. എന്നാൽ ഇതിന്റെ പിന്നിലെല്ലാം സെക്രട്ടറി ആണെന്ന് മൈക്കിളിന് മനസ്സിലായി. പണ്ട് ഈ സെക്രട്ടറി പറഞ്ഞിട്ട് കേൾക്കാതെ മൈക്കിൾ അയാളെ കൊന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതികാരത്തില് മൈക്കിളിനോട് ഇപ്പൊ പ്രതികാരം ചെയ്യുന്നതാണ്. മൈക്കിളിനെ കൊന്നാൽ മാത്രമേ ആ സെക്രട്ടറിക്ക് പ്രതികാരം അടങ്ങത്തുള്ളൂ. ഇപ്പൊ ഇതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ സെക്രട്ടറിനെ കൊല്ലുന്നതാണ്. അതുപോലെ തന്നെ അന്യനെ രക്ഷിക്കണ്ടേ? അന്യനെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നാട്ടിൽ വെച്ച് എന്തായാലും രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. മൈക്കിളിന്റെ കൂടെ നടന്നത് കൊണ്ട് തന്നെ ആ സെക്രട്ടറിയും ടീംസും അന്യനെ എന്തായാലും കൊന്നുകളയും. അതുകൊണ്ട് തന്നെ അന്യനെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തോട്ട് മാറ്റാൻ തീരുമാനിക്കുന്നുണ്ട്. നാട് കടത്താൻ തീരുമാനിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അന്ന ദൂരെയായിട്ട് മാറി നിന്ന് കാണുന്നുണ്ട്. പക്ഷെ അന്യനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അന്യന്റെ കൂടെ കൂട്ടുകാരന് പോകാൻ പറ്റുമെന്ന് മൈക്കിള് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ അതിന് പറ്റില്ല എന്ന് പറയും. അതെന്താന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ മറുപടി പറയുന്നില്ല. അന്നേരം അന്ന മുമ്പിലോട്ട് വന്നിട്ട് കാര്യം പറഞ്ഞു കൊടുക്കും. ഈ കൂട്ടുകാരന് ക്യാൻസർ ആണെന്ന്. ഇതും പറഞ്ഞ് അന്ന പിണങ്ങി പോവാണ്. കാരണം മൈക്കിൾ വരാതെ അന്ന വരത്തില്ലെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. കൂട്ടുകാരന് ക്യാൻസർ ആണെന്നുള്ള കാര്യം മൈക്കിളിന് മനസ്സിലായി. അധികം വൈകാതെ തന്നെ കൂട്ടുകാരനും മരണപ്പെട്ടു പോകും. ഇപ്പൊ മൈക്കിൾ ആണെങ്കിൽ കൂട്ടുകാരനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇവർക്കൊരു ഇല്ലീഗൽ ട്രാഫിക്കറിനെ അറിയാം. കമൽ എന്നാണ് പേര്. കമൽ ഷാ. അയാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഫേക്ക് ആയിട്ട് പാസ്പോർട്ട് ഒക്കെ കിട്ടും. പക്ഷേ ഈ ഒരു മൈക്കിളും അങ്ങേരുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അതിപ്പോ പോയി സോൾവ് ആക്കിയാൽ മതി. നമുക്ക് കമലിനെ പോയി കാണാമെന്ന് കൂട്ടുകാരനോട് പറയുമ്പോൾ കൂട്ടുകാരൻ വേണ്ടാന്ന് പറയും. എന്നാൽ മൈക്കിൾ നിർബന്ധിച്ച് കൂട്ടുകാരനെ കൊണ്ട് കാർ എടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർ എടുക്കാനായിട്ട് കൂട്ടുകാരൻ പോവാണ്. ആ നേരം മൈക്കിൾ ആണെങ്കിൽ അന്യനെ സമാധാനപ്പെടുത്താനായിട്ട് അന്നെ പിണങ്ങിപ്പോയ സ്ഥലത്തോട്ട് ചെല്ലാം. എന്നിട്ട് അന്യനെ സമാധാനപ്പെടുത്തുകയാണ്. നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തായാലും എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിന്നെ അവർ കൊന്നുകളയും. അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോൾ മൈക്കിൾ പുറത്ത് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ഒരു വീടിനുള്ളിലോട്ട് കയറി വന്നതുപോലെ. മൈക്കിൾ എന്താണെന്ന് അറിയാനായിട്ട് പതിയെ ആ ഡോറിന്റെ ഭാഗത്തോട്ട് ചെല്ലും. മൈക്കിൾ നോക്കുമ്പോൾ ഒരു നിഴൽ അനങ്ങുന്നുണ്ട്. മൈക്കിളിന് മനസ്സിലായി അപ്പുറത്തായിട്ട് ഒരു മനുഷ്യൻ നിപ്പുണ്ടെന്ന്. പെട്ടെന്നായിരിക്കും മൈക്കിളിന്റെ നേരെ വെടിയുണ്ടകൾ പാഞ്ഞു വരിക. ആ ഒരു കില്ലറാണ്. മൈക്കിൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന ഒരു സൈഡിൽ മാറി നിപ്പുണ്ട്. പക്ഷെ മൈക്കിൾ വിടത്തില്ല. അങ്ങേരുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. അടിയെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അടി. നല്ല രീതിയിൽ അടിയുന്നുണ്ട്. അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. അവസാനം ഫൈറ്റ് ചെയ്ത് കില്ലർ മൈക്കിളിനെ പിടിച്ചു വയ്യാണ്. മൈക്കിളിനെ കൊല്ലാനായിട്ട് ഒരു കമ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അന്ന വിടോ? അന്ന ഒരു തോക്ക് എടുത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ട്. കില്ലറിന്റെ നേരെ ചൂണ്ടുകയാണ്. മൈക്കിളിനെ വിടടാ, ഇല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കില്ലർ പെട്ടെന്ന് തന്നെ അന്നനെ കയറി പിടിക്കുകയാണ്. അന്നെ താഴെ തള്ളിയിടുന്നുണ്ട്. ആ തോക്കും തട്ടിപ്പറിക്കുന്നുണ്ട്. പക്ഷെ മൈക്കിൾ വിടത്തില്ല. ഇവൻ ഈ തോക്ക് തട്ടിപ്പറിച്ച സമയത്ത് മൈക്കിൾ അവിടെ ഇരിക്കുന്ന ഒരു ആണി അടിച്ചു കയറ്റുന്ന ഒരു മെഷീൻ ഉണ്ട്. അതെടുത്തിട്ട് ഈ കില്ലറിന്റെ നേരെ വെച്ച് ഷൂട്ട് ചെയ്യാണ്. കുറെ അധികം ആണി കില്ലറിന്റെ ദേഹത്ത് കയറുന്നുണ്ട്. കില്ലർ വേദന കൊണ്ട് നിലവിളിക്കുന്ന നേരത്ത് മൈക്കിൾ അന്യനെയും പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. പുറത്തോട്ട് ഓടി വന്ന് പെട്ടെന്ന് തന്നെ കൂട്ടുകാരന്റെ കാറിൽ കയറുന്നുണ്ട്. കൂട്ടുകാരൻ പുറത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു. ഇവർ വന്നതും കാറും എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. എന്നാലെ കില്ലർ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. ആ കില്ലർ പിന്നാലെ വന്നിട്ട് തോക്കെടുത്ത് അവരുടെ നേരെ ഷൂട്ട് ചെയ്യും. എങ്ങനെയൊക്കെ ദേഹത്ത് കൊള്ളാതെ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ കൂട്ടുകാരൻ കാർ ഓടിച്ചൊരു സ്ഥലത്ത് വരുന്നുണ്ട്. ഇവിടെ നിന്ന് മൈക്കിളും അന്നയും ഒറ്റയ്ക്ക് വേണം വേറൊരു കാർ എടുത്ത് കമലിനെ കാണാനായിട്ട് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ മൈക്കിളിന് ആവശ്യമുള്ള സാധനങ്ങളും കാറും കൊടുത്തിട്ട് കൂട്ടുകാരൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് മൈക്കിളും അതുപോലെ തന്നെ അന്നയും കൂടെ ഒരുമിച്ച് കാർ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അന്ന മൈക്കിളിനോട് പറയുന്നുണ്ട്, എന്റെ കൂടെ നിങ്ങളും വരണം, ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല എന്ന്. പക്ഷെ മൈക്കിൾ പറയാണ്, നീ എന്റെ കൂടെ വരുവാണെങ്കിൽ നിന്റെ ജീവിതം ഒരുപാട് അപകടത്തിലാവും. അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ കാർ ഓടിച്ച് അങ്ങനെ പോവുകയാണ്. എന്നാൽ അന്നയ്ക്ക് അത് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ഈ ഒരു ദിവസങ്ങളിൽ അന്ന മൈക്കിളോട്ട് ഒരുപാട് അടുത്തിട്ടുണ്ട്. മൈക്കിളും അതുപോലെ തന്നെയാണ്. മൈക്കിളിനും അന്നേനെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അവർ കാർ ഓടിച്ചൊരു സ്ഥലത്ത് വരികയാണ്. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നേരെ ചെല്ലുന്നത് ഒരു ക്ലബിന്റെ മുമ്പിലാണ്. ഞങ്ങൾക്ക് അകത്തോട്ട് പോകണമെന്ന് അവിടുത്തെ സെക്യൂരിറ്റീസിനോട് പറയുമ്പോൾ അവന്മാർ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ മൈക്കിൾ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതിൽ ഒരുത്തനെ അടിച്ച് നശിപ്പിക്കുന്നുണ്ട്. വേറൊരുത്തനോട് കമലിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാനായിട്ട് പറയാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ CCTVയിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. അത് മൈക്കിളിനും അറിയാം. മൈക്കിൾ മനഃപൂർവ്വം തന്നെ അവന്റെ മുഖം കാണിച്ചതാണ്. ഇപ്പൊ ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് മൈക്കിളിനെ വിളിച്ച് കമലിന്റെ അടുത്ത് ചെല്ലുകയാണ്. കമലിനോട് മൈക്കിൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഈ പെൺകുട്ടീനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി പുറത്തോട്ട് കൊണ്ടുപോകണം, അതിന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ്.
ചോദിക്കുമ്പോൾ ആ ഒരു കമൽ സമ്മതിക്കത്തില്ല. പക്ഷെ മൈക്കിൾ ഒരു ഡീല് മുമ്പിലോട്ട് വെക്കും. മറ്റൊന്നല്ല, കമൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ പെൺകുട്ടീനെ ഇവിടെ നിന്ന് രക്ഷിച്ചോണ്ട് കൊണ്ടുപോവാണെങ്കിൽ സെക്രട്ടറിനെ മൈക്കിൾ പോയി കൊന്നു തീർക്കുന്നതായിരിക്കും. കാരണം ഈ സെക്രട്ടറി ഈ കമലിന് ഓരോ രഹസ്യങ്ങൾ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ സെക്രട്ടറി തീർക്കുവാണെങ്കിൽ പിന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് ആരും ഇല്ലല്ലോ. കമലിന് തോന്നിയതുപോലെ നടക്കാം. ഇത് കേൾക്കുമ്പോൾ കമൽ സമ്മതിക്കും. കട്ട് ചെയ്താൽ റോബർട്ടിനെയൊക്കെയാണ് കാണിക്കുന്നത്. അവർ ഈ CCTV വിഷ്വൽ എല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്കിളിനെയും ആ പെൺകുട്ടിനെയും ജീവനോടെ തന്നെ പിടിച്ചോണ്ട് വരണമെന്ന് റോബർട്ട് പ്രത്യേകം പറയുന്നുണ്ട്. ഈ സെക്രട്ടറിക്ക് എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് റോബർട്ടയ്ക്ക് മനസ്സിലായി. കാരണം മറ്റൊന്നുമല്ല, ആ എംപ്ലോയി പറഞ്ഞു കൊടുത്തു, ഈ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സിസ്റ്റത്തിനകത്തോട്ട് ഹാക്ക് ചെയ്ത് കയറുന്നത് മറ്റാരുമല്ല, അത് ഈ സെക്രട്ടറി ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ റോബർട്ടയ്ക്ക് സെക്രട്ടറിനെയാണ് ഡൗട്ട്. എന്താണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാനായിട്ട് നമ്മുടെ മൈക്കിളിനെ ജീവനോടെ പിടിച്ചാലേ പറ്റത്തുള്ളൂ. അതുപോലെ മൈക്കിൾ തെറ്റുകാരനൊന്നുമല്ല, അവൻ ടെററിസ്റ്റ് അല്ല, അവനെ മനഃപൂർവ്വം തന്നെ ആരോ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അത് മറ്റാരുമല്ല, സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഇതേ വിഷ്വൽസ് ആ സെക്രട്ടറിയും കണ്ടിട്ടുണ്ടായിരുന്നു. സെക്രട്ടറി കുറച്ചധികം ആൾക്കാര് മൈക്കിളിനെ ആക്രമിക്കാനായിട്ട് അല്ലെങ്കിൽ കൊല്ലാനായിട്ടാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. ഈ നേരം മൈക്കിളിനാണെങ്കിൽ ആ ഒരു കമല് പാസ്പോർട്ടും അതുപോലെ തന്നെ വേറെ രാജ്യത്തുള്ള പൈസയും പിന്നെ പോവാനുള്ള ഒരു ബോട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പാസ്പോർട്ടൊക്കെ കൊണ്ടു കൊടുത്തിട്ട് കമൽ അവിടെ നിന്ന് പോവാണ്. പിന്നീട് മൈക്കിളും അന്നയും കൂടെ പതിയെ പതിയെ ആ ക്ലബിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കും. എന്നാൽ ആ ക്ലബിലോട്ട് സെക്രട്ടറിയുടെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ മൈക്കിളിനെയും അന്യനെയും തീർക്കാനായിട്ട്. എന്നാൽ മൈക്കിൾ വിടത്തില്ല, പതിയെ പതിയെ ഓരോരുത്തരെയായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഫൈറ്റിന്റെ ഇടയിൽ മൈക്കിളിനും അതുപോലെ തന്നെ അന്നയ്ക്കും പിരിയേണ്ടി വന്നു. രണ്ട് സ്ഥലത്തായി പോയി. മൈക്കിള് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതേ നേരം അന്ന അവിടെ നിൽക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ വന്ന് അന്യനെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോവാണ്. സെക്രട്ടറിയുടെ ആൾ തന്നെയാണ് അന്യനെയും പൊക്കിയെടുത്തോണ്ട് പോകുന്നത്. എന്നാൽ മൈക്കിളിന് പിന്നാലെ പോകാനായിട്ട് സാധിച്ചില്ല. അന്നേനെ മിസ്സായി പോയി. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനെ വിളിച്ച് കാര്യം പറയും, അന്ന എങ്ങോട്ടാണ് പോയത്, അന്നേനെ ഒന്ന് ട്രേസ് ചെയ്യാൻ. അങ്ങനെ കൂട്ടുകാരൻ വിളിച്ചിട്ട് കാര്യം പറയും. അന്നേനെ അവർ ഒരു വാനിന്റെ അടുത്തോട്ടാണ് എടുത്തോണ്ട് പോയിരിക്കുന്നത്. മൈക്കിൾ അത് പ്രകാരം പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. പുറത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് ഓരോ ആൾക്കാരായിട്ട് ഷൂട്ട് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറിയുടെ ആൾക്കാരെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റോബർട്ടയുടെ ആൾക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാരെ അവൻ ഷൂട്ട് ചെയ്ത് കൊന്നതിന് ശേഷം നേരെ വാനിന്റെ അടുത്ത് ചെല്ലും. അന്നേനെ അവന്മാർ വാനിലിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൈക്കിൾ വന്ന് വാൻ തുറക്കുമ്പോൾ അന്നയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് മൈക്കിളിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതുമല്ല, അവർക്ക് പോകാനായിട്ട് സമയമായി. കാരണം കില്ലർ അവരെ തേടി വന്നു കഴിഞ്ഞു. അവൻ ദൂരെ എത്തിക്കഴിഞ്ഞു. അത് മൈക്കിൾ കണ്ടു. പെട്ടെന്ന് തന്നെ മൈക്കിൾ ഒരു സ്കൂട്ടി എടുത്ത് അന്നേനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. നേരെ ചെല്ലുന്നത് കമല് പറഞ്ഞതുപോലെ തന്നെ ആ ബോട്ട് വരുന്ന സ്ഥലത്താണ്. അവിടെ ചെല്ലുമ്പോൾ ബോട്ട് വന്നിട്ടുണ്ട്. അന്നയും കൊണ്ട് ആ ബോട്ടിന്റെ ഭാഗത്ത് വരും. എന്നിട്ട് അന്നയോട് പോകാനായിട്ട് പറയുമ്പോൾ അന്ന കേൾക്കില്ല. നിങ്ങളൂടെ വന്നാലേ ഞാൻ പോകത്തുള്ളൂ, നമുക്ക് ഒരുമിച്ച് പോയി സമാധാനമായിട്ട് ജീവിക്കാം, ഈ ഒരു ഫൈറ്റും ബഹളം ഒന്നും വേണ്ട, എന്റെ കൂടെ ഒന്ന് വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ മൈക്കിളിന് വരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മൈക്കിള് അന്നേനെ സമാധാനപ്പെടുത്താണ്. ഈ സമാധാനപ്പെടുത്തുന്ന നേരത്ത് പുറകിൽ നിന്ന് വെടിശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു വെടി മൈക്കിളിന് കൊള്ളുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മൈക്കിൾ ആണെങ്കിൽ അന്നേനെ പൊക്കിയെടുത്ത് ആ ബോട്ടിലോട്ട് ഇടാണ്. ആ ബോട്ടിൽ വന്ന ആൾക്കാർ അന്നേനെയും കൊണ്ട് അന്നേനെ രാജ്യം കടത്താനായിട്ട് അവിടെ നിന്ന് പോകും. ഇപ്പൊ മൈക്കിളിനെ ഷൂട്ട് ചെയ്തത് മറ്റാരുമല്ല, ആ കില്ലർ തന്നെയാണ്. മൈക്കിൾ ഒളിച്ചിരുന്നിട്ട് ആ കില്ലറിനെ നേരെ ഷൂട്ട് ചെയ്യും. എന്നാൽ ഷൂട്ട് ചെയ്ത് ബുള്ളറ്റ് എല്ലാം തീർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കില്ലറിന്റെ ബുള്ളറ്റും തീർന്നു പോയിട്ടുണ്ട്. പിന്നീട് ദേവന്മാർ രണ്ടുപേരും കൂടെ കിടന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. രണ്ടുപേരും ശക്തന്മാരാണ്. എന്നാൽ മൈക്കിൾ ഒരു പൊടിക്ക് ശക്തനാണ്. അതുകൊണ്ട് തന്നെ മറ്റവനെ അടിച്ച് തോപ്പിക്കുന്നുണ്ട്. അവസാനം ഒരു കമ്പി എടുത്ത് അവന്റെ മണ്ടക്കടിച്ച് അവനെ കൊന്നുകളയാണ്. ഈ നേരം കൊണ്ട് അന്യനെയും കൊണ്ട് അവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ആ സെക്രട്ടറി വീട്ടിൽ നിന്ന് മദ്യം കുടിക്കുകയാണ്. പതിയെ ജനൽ വഴി പുറത്തോട്ട് നോക്കുമ്പോൾ രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് മുറ്റത്ത് കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങുന്നതെല്ലാം ആരോ കൊന്നതാണ്. വീണ്ടും പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മൈക്കിൾ ആണെങ്കിൽ അവിടെ നിൽക്കുന്നു. മൈക്കിൾ ചോദിക്കും, എന്തിനാടോ കളവ എന്നെ നിങ്ങൾ ഉപദ്രവിക്കാനായിട്ട് വരുന്നത്, നിങ്ങളെ വല്ല ഞാൻ ശല്യം ചെയ്യാൻ വന്നോന്ന് ചോദിച്ച് തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിലാണ്. അങ്ങനെ അവിടെ തന്നെ മരണപ്പെട്ട് താഴെ വീഴുന്നുണ്ട്. ഇങ്ങനെ വെറുതെ വിട്ടാല് മൈക്കിളിന്റെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് അങ്ങനെ കൊന്നു കളഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഇപ്പൊ അന്ന വേറൊരു രാജ്യത്താണ്. അവിടത്തെ ഒരു ലൈബ്രറിയിൽ അല്ലെങ്കിൽ ഒരു കഫേയിൽ ഇരുന്നിട്ട് അവള് ബുക്ക് വായിക്കുകയാണ്. അവള് ബുക്ക് വായിക്കുന്ന കാര്യങ്ങളെല്ലാം ക്യാമറ വഴി റോബർട്ടും ടീംസും കാണുന്നുണ്ട്. ഇവർക്ക് അന്നയോട് ദേഷ്യമൊന്നുമില്ല. കാരണം അന്ന ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റെല്ലാം ചെയ്തത് സെക്രട്ടറിയാണ്. അത് റോബർട്ടയ്ക്ക് അറിയാം. ഇപ്പൊ അവർ അന്നേനെ നിരീക്ഷിക്കുന്നത് മറ്റൊന്നിനുമല്ല, മൈക്കിൾ ചിലപ്പോൾ അന്നേനെ കാണാൻ വന്നാലോ ആ ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു ക്ലിപ്പെല്ലാം കാണുന്നത്. എന്നാൽ എത്ര നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ റോബർട്ട് തിരിഞ്ഞു നടക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ക്യാമറ മുകളിലോട്ട് പൊങ്ങും. ആരോ പൊന്തിച്ചതാണ്. റോബർട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് നോക്കുകയാണ്. ഇപ്പൊ അന്ന അവിടെ നിന്ന് ബുക്ക് വായിക്കുമ്പോൾ ആ കഫേയിലുള്ള ലേഡി വന്നിട്ട് അന്നയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നിന്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് തന്നതാന്ന് പറഞ്ഞിട്ട് അന്ന പെട്ടെന്ന് തന്നെ അത് തുറന്നു നോക്കുകയാണ്. അത് തുറന്നു നോക്കുമ്പോൾ ഒരു ചെസ് പീസ് ആണ്. ഇവൾ ഈ ഗിഫ്റ്റ് പൊടിച്ച് നോക്കുന്ന സമയത്ത് അവളുടെ പിന്നിലായിട്ട് നമ്മുടെ മൈക്കിൾ നിൽക്കുന്നുണ്ട്. എന്നാൽ അന്ന അത് കാണുന്നില്ല. ഇത് ആരാ തന്നേന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പുറത്തോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ അവിടെ ആരുമില്ല. ആ ലേഡി പറയും, നേരത്തെ അവിടെ ആരോ ഉണ്ടായിരുന്നു എന്ന്. അന്നയ്ക്ക് മനസ്സിലായി അന്നേനെ കാണാനായിട്ട് മൈക്കിൾ വന്നായിരുന്നു. പക്ഷേ അന്നയ്ക്ക് അപകടമൊന്നും പറ്റാതിരിക്കാനായിട്ട് മൈക്കിൾ അവിടെ നിന്ന് മാറിപ്പോയതാണെന്ന്. എന്തായാലും അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുണ്ട്. മൈക്കിളിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കേ ബൈ.